ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാ ആത്മൈവ റിപുരാത്മനഃ. ഒരാൾ അവനവനെ തന്നെ ഉദ്ധരിക്കണം, സ്വയം മതപ്പതിക്കാൻ അനുവദിക്കരുത്. കാരണം ഓരോരുത്തരും അവനവന്റെ ബന്ധുവും അതുപോലെ അവനവന്റെ ശത്രുവുമാകുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ണാടിയിൽ നോക്കി സ്വയം ചോദിച്ചിട്ടുണ്ടോ, ആരാണ് ഞാൻ? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം? നമ്മുടെ ഈ ഡിജിറ്റൽ ലോകത്ത് ഓരോ ദിവസവും നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഉണരുന്നു. സോഷ്യൽ മീഡിയയിലെ തിളക്കമാർന്ന ചിത്രങ്ങൾ, വിജയഗാഥകൾ, ആഘോഷങ്ങൾ, ഇതെല്ലാം കാണുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിലൊരു താരതമ്യം തുടങ്ങും. അവരുടെ സക്സസിന് മുന്നിൽ എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഒന്നുമല്ല. അവരുടെ സന്തോഷത്തിനു മുന്നിൽ എൻ്റെ ജീവിതം എത്ര ഡള്ളാണ്. ഈ ചിന്തകൾ ഒരു വിഷം പോലെ നമ്മുടെ ഉള്ളിലേക്ക് പടർന്നു കയറും. മറ്റുള്ളവരുടെ വാലിഡേഷന് വേണ്ടി, അവരുടെ ലൈക്കുകൾക്കും കമൻറ്റുകൾക്കും വേണ്ടി നമ്മൾ ഓടാൻ തുടങ്ങും. ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ എപ്പോഴോ നമ്മളെ തന്നെ മറന്നു പോകുന്നു. നമ്മുടെ യഥാർത്ഥ സന്തോഷം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ എല്ലാം ആ ഓട്ടത്തിൽ നഷ്ടപ്പെടുന്നു. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ മറന്നുപോകുന്നു. സെൽഫ് ലവ്. ഇന്ന് ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണിത്. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ ഈ സെൽഫ് ലവ്? ഇത് വെറുതെ ഒരു സ്പാഡയെടുക്കുന്നതോ വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതോ അല്ലെങ്കിൽ ഐ ലവ് മൈസെൽഫ് എന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതോ ആണോ? അല്ല. അതിലും എത്രയോ ആഴത്തിലുള്ള ഒന്നാണ് സ്വയം സ്നേഹിക്കുക എന്നത്. നമ്മുടെ കുറവുകളെയും കഴിവുകളെയും ഒരുപോലെ അംഗീകരിക്കുക. മറ്റൊരാളുടെ അംഗീകാരത്തിനു വേണ്ടി കാത്തുനിൽക്കാതെ നമ്മുടെ മൂല്യം നമ്മൾ തന്നെ തിരിച്ചറിയുക. നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും ഒന്നാം സ്ഥാനം നൽകുക. അതാണ് യഥാർത്ഥ സെൽഫ് ലവ്. ഈ യാത്രയിൽ നമുക്ക് വഴികാട്ടിയാകാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള നമ്മുടെ ഇതിഹാസങ്ങളിൽ ചില കഥകളുണ്ട്. രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും വെറും കഥകളല്ല, അവ ജീവിതത്തിന്റെ പാഠപുസ്തകങ്ങളാണ്. ആഴത്തിൽ നോക്കിയാൽ സെൽഫ് ലവിന്റെ ഏറ്റവും മനോഹരമായ പാഠങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. നമുക്ക് നമ്മുടെ യാത്ര ഭഗവത്ഗീതയിൽ നിന്ന് തന്നെ തുടങ്ങാം. മഹാഭാരത യുദ്ധം തുടങ്ങാൻ പോകുന്ന കുരുക്ഷേത്ര ഭൂമി. ഇരുവശത്തും സൈന്യങ്ങൾ അണിനിരന്നുകഴിഞ്ഞു. ലക്ഷക്കണക്കിന് യോദ്ധാക്കൾ, യുദ്ധത്തിന്റെ ആരവങ്ങൾ. അതിന്റെ നടുവിൽ തന്റെ രഥത്തിൽ അർജുനൻ നിൽക്കുകയാണ്, ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളി. പക്ഷെ ആ വീരനായ അർജുനന്റെ കൈകൾ വിറയ്ക്കുകയായിരുന്നു. ഗാണ്ഡീവം കയ്യിൽ നിന്നും വഴുതിപ്പോകുന്നു. ശരീരം തളരുന്നു. കണ്ണുകളിൽ ഇരുട്ടുകയറുന്നു. എന്തുകൊണ്ടാണ് അർജുനന് ഇത് സംഭവിച്ചത്? എതിർവശത്ത് നിൽക്കുന്നത് ശത്രുക്കളായിരുന്നില്ല, സ്വന്തം ബന്ധുക്കളായിരുന്നു. പിതാമഹനായ ഭീഷ്മർ, ഗുരുവായ ദ്രോണാചാര്യർ, സഹോദരന്മാർ. അവരെ എങ്ങനെയാണ് ഞാൻ കൊല്ലുക? ഈ രാജ്യത്തിനു വേണ്ടി, ഈ അധികാരത്തിനു വേണ്ടി ഞാൻ എൻ്റെ സ്വന്തം ആളുകളെ കൊല്ലണമോ? ഈ പാപം ഞാൻ എങ്ങനെ ചുമക്കും? ഇതിലും ഭേദം ഭിക്ഷയാചിച്ച് ജീവിക്കുന്നതല്ലേ? ഇവിടെ അർജുനൻ അനുഭവിക്കുന്നത് ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ്. താൻ ആരാണെന്നുള്ള സംശയം, തൻ്റെ കർത്തവ്യത്തെക്കുറിച്ചുള്ള സംശയം, തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള കുരുക്ഷേത്രങ്ങൾ ഉണ്ടാവാറില്ലേ? ഒരു പുതിയ ജോലി തുടങ്ങുമ്പോൾ, ഒരു ബന്ധം വേർപിരിയുമ്പോൾ, ജീവിതത്തിലൊരു വലിയ തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ഉള്ളിലും ഇതുപോലൊരു സംഘർഷം നടക്കാറുണ്ട്. എന്നെക്കൊണ്ടിതിന് കഴിയുമോ? ഞാനെടുക്കുന്ന തീരുമാനം ശരിയാണോ? മറ്റുള്ളവരെന്തു വിചാരിക്കും? ഈ ചോദ്യങ്ങൾ നമ്മളെ തളർത്തിക്കളയും. അർജുനനെപ്പോലെ നമ്മളും നിസ്സഹായരായി നിന്നുപോകും. ഇവിടെയാണ് അർജുനന്റെ തേരാളിയായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രസക്തി. കൃഷ്ണൻ അർജുനനോട് യുദ്ധം ചെയ്യാൻ നിർബന്ധിക്കുകയല്ല ചെയ്യുന്നത്. പകരം അർജുനന് തന്നെ തന്നെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. നീ ആരാണെന്ന് കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നു. കൃഷ്ണൻ പറയുന്നു, അർജുന, നീ ഈ ശരീരമല്ല, നീ ആത്മാവാണ്. ജനനമോ മരണമോ നിന്നെ സ്പർശിക്കുന്നില്ല. നീയൊരു യോദ്ധാവാണ്, ഒരു ക്ഷത്രിയനാണ്. ധർമ്മം സംരക്ഷിക്കുക എന്നത് നിന്റെ സ്വധർമ്മമാണ്. നിന്റെ കർത്തവ്യം ചെയ്യുക. ഫലത്തെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട. ഇവിടെയാണ് സെൽഫ് ലവിൻ്റെ ആദ്യത്തെ പാഠം. അണ്ടർസ്റ്റാൻഡിംഗ് യുവർ സ്വധർമ്മ. നമ്മുടെ സ്വധർമ്മം തിരിച്ചറിയുക. എന്താണ് ഈ സ്വധർമ്മം? അത് നമ്മുടെ ഉള്ളിൻ്റെ വിളിയാണ്. നമുക്കേറ്റവും ജെൽ ചെയ്യാൻ കഴിയുന്ന കാര്യം, നമ്മുടെ പാഷൻ, നമ്മുടെ കോളിംഗ്. ചിലർക്കത് കലയാവാം, ചിലർക്ക് അധ്യാപനമാവാം, മറ്റു ചിലർക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതാവാം. നമ്മുടെ സ്വധർമ്മം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ
മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മളെ ബാധിക്കാതെയാകും. കാരണം നമ്മൾ ചെയ്യുന്നത് നമുക്കു വേണ്ടിയാണ്, നമ്മുടെ ആത്മാവിന്റെ സന്തോഷത്തിനു വേണ്ടിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ഗാനകനാവാനോ ലതാ മങ്കേഷ്കർ ഒരു ക്രിക്കറ്റർ ആവാനോ ശ്രമിച്ചിരുന്നാൽ എന്ത് സംഭവിക്കുമായിരുന്നു? അവരവരുടെ സ്വധർമ്മം തിരിച്ചറിഞ്ഞു, അതിൽ മാത്രം ശ്രദ്ധിച്ചു, ലോകം അവരെ അംഗീകരിച്ചു. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ സ്വധർമ്മത്തെ തിരിച്ചറിയുമ്പോഴാണ്. നിങ്ങളുടെ പാഷൻ എന്താണ്? എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ സമയം പോകുന്നതറിയാത്തത്? എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുന്നത്? അത് കണ്ടെത്തുക. അതിനുവേണ്ടി സമയം ചെലവഴിക്കുക. വിലപക്ഷെ നിങ്ങളുടെ ജോലി അതായിരിക്കില്ല, സാരമില്ല. ദിവസത്തിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ ആഴ്ചയിൽ കുറച്ചു മണിക്കൂർ നിങ്ങളുടെ സ്വധർമ്മത്തിനു വേണ്ടി മാറ്റിവെക്കൂ. ആ നിമിഷങ്ങളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരാളുടെ വിജയത്തിന്റെ അളവുകോൽ വെച്ച് നിങ്ങളെ അളക്കാതെ നിങ്ങളുടെ സ്വന്തം വഴിയിൽ നിങ്ങൾ നടന്നു തുടങ്ങുകയാണ്. അർജുനൻ തന്റെ ഗാണ്ഡീവം വീണ്ടും കയ്യിലെടുത്തത് താനൊരു യോദ്ധാവാണെന്നും യുദ്ധം ചെയ്യുക എന്നത് തന്റെ കർത്തവ്യമാണെന്നും തിരിച്ചറിഞ്ഞപ്പോഴാണ്. ആ തിരിച്ചറിവാണ് യഥാർത്ഥ ശക്തി. ആ തിരിച്ചറിവാണ് സെൽഫ് ലവിലേക്ക് നയിക്കുന്ന ആദ്യത്തെ പടി. അപ്പോൾ നമ്മുടെ സ്വധർമ്മം കണ്ടെത്തുക എന്നതാണ് സെൽഫ് ലവിൻ്റെ ആദ്യ പടി എന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഈ വഴി അത്ര എളുപ്പമുള്ള ഒന്നല്ല. നമ്മുടെ സ്വധർമ്മം തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പക്ഷേ ലോകം മുഴുവൻ നമുക്കെതിരായി നിൽക്കാം. നമ്മുടെ വീട്ടുകാർ, സുഹൃത്തുക്കൾ, സമൂഹം, അവർ നമ്മളെ ചോദ്യം ചെയ്യും. ഇതുകൊണ്ട് എന്ത് കിട്ടാനാണ്? പ്രായോഗികമായി ചിന്തിക്കൂ. 4 ആൾക്ക് മുന്നിൽ പറയാൻ പറ്റുന്നൊരു ജോലി ചെയ്തുകൂടെ? ഇത്തരം ചോദ്യങ്ങൾ നമ്മുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ ശേഷിയുള്ളവയാണ്. ഇവിടെയാണ് നമുക്ക് രാമായണത്തിലെ ഒരു കഥാപാത്രം പ്രചോദനമാകുന്നത്, ശബരി. ഒരുപാട് രാജാക്കന്മാരുടെയും വീരന്മാരുടെയും കഥ പറയുന്ന രാമായണത്തിൽ ശബരി ഒരു സാധാരണ സ്ത്രീയാണ്. ഒരു ഭീൽ ഗോത്രത്തിൽ ജനിച്ചവൾ, താഴ്ന്ന ജാതിക്കാരിയായി സമൂഹം മുദ്രകുത്തിയവൾ. അവൾക്ക് രാജകൊട്ടാരങ്ങളിലെ സുഖസൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, വലിയ വിദ്യാഭ്യാസമോ സമ്പത്തോ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൾക്കൊന്നുണ്ടായിരുന്നു, അടിയുറച്ച വിശ്വാസം. തന്റെ ഗുരുവായ മതംഗ മഹർഷി മരണക്കിടക്കയിൽ വെച്ച് ശബരിക്ക് ഒരു വാക്കുകൊടുത്തിരുന്നു. ഒരു നാൾ ശ്രീരാമൻ ഈ ആശ്രമത്തിലേക്ക് വരുമെന്ന്. ആ വാക്ക് കേട്ട നിമിഷം മുതൽ ശബരിയുടെ ജീവിതം ഒരു കാത്തിരിപ്പായി മാറി. ഓരോ ദിവസവും അവൾ രാവിലെ എഴുന്നേൽക്കും, ആശ്രമം വൃത്തിയാക്കും, ശ്രീരാമൻ ഇരിക്കാനായി മനോഹരമായ പൂക്കൾ കൊണ്ട് മെത്തയൊഴുക്കും, രാമന് നൽകാനായി കാട്ടിൽ പോയി ഏറ്റവും മധുരമുള്ള പഴങ്ങൾ ശേഖരിക്കും. ഓരോ പഴവും അവൾ പകുതി കടിച്ചു നോക്കും, മധുരമുണ്ടെന്ന് ഉറപ്പുവരുത്താൻ. അവളുടെ സ്നേഹം അത്രയ്ക്ക് നിഷ്കളങ്കമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ശബരിയുടെ മുടി നരച്ചു, ശരീരം ക്ഷീണിച്ചു, കാഴ്ച മങ്ങിത്തുടങ്ങി. ചുറ്റുമുള്ളവർ അവളെ കളിയാക്കാൻ തുടങ്ങി. വൃദ്ധേ, നിനക്ക് ഭ്രാന്താണോ? മഹാനായ കോസലരാജ്യത്തെ രാജകുമാരൻ ഈ കാട്ടിലേക്ക് നിന്നെപ്പോലൊരാളെ കാണാൻ വരുമെന്നോ? ഈ വ്യർത്ഥമായ കാത്തിരിപ്പ് നിർത്തൂ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലോ? മറ്റുള്ളവരുടെ കളിയാക്കലുകൾ കേട്ട് വർഷങ്ങളായിട്ടും ഫലമൊന്നും കാണാതെ നമ്മൾ ആ ശ്രമം ഉപേക്ഷിക്കുമായിരുന്നില്ലേ? നമ്മുടെ സ്വപ്നങ്ങളെ, നമ്മുടെ സ്വധർമ്മത്തെ നമ്മൾ പാതിവഴിയിൽ ഉപേക്ഷിക്കുമായിരുന്നില്ലേ? എന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിയില്ല എന്നു പറഞ്ഞ് നമ്മൾ സ്വയം പിന്മാറുമായിരുന്നില്ലേ? പക്ഷേ ശബരി പിന്മാറിയില്ല. അവൾക്ക് തന്റെ ഗുരുവിന്റെ വാക്കുകളിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അതിലുപരി അവൾക്ക് അവളിൽ തന്നെ വിശ്വാസമുണ്ടായിരുന്നു. ശ്രീരാമനെ കാണാനുള്ള യോഗ്യത തനിക്കുണ്ടെന്ന് അവൾ വിശ്വസിച്ചു. തന്റെ കാത്തിരിപ്പ് വെറുതെയാവില്ല എന്ന് അവളുടെ ഹൃദയം പറയുന്നുണ്ടായിരുന്നു. സമൂഹം എന്തു പറയുന്നു എന്നതിനേക്കാൾ അവൾ അവളുടെ ഉള്ളിന്റെ ശബ്ദത്തെയാണ് കേട്ടത്. അതാണ് സെൽഫ് ലവിന്റെ രണ്ടാമത്തെ പാഠം, ബിലീവിംഗ് ഇൻ യുവർ ഓൺ വർത്ത്. നിങ്ങളുടെ സ്വന്തം മൂല്യത്തിൽ വിശ്വസിക്കുക. സമൂഹം നമുക്ക് പല ലേബലുകൾ തരും. നീ തടിയനാണ്, നീ മെലിഞ്ഞതാണ്, നിനക്ക് നിറം കുറവാണ്, നിനക്ക് വിദ്യാഭ്യാസം കുറവാണ്, നീ പരാജയപ്പെട്ടവനാണ്. ഈ ലേബലുകൾ നമ്മുടെ യഥാർത്ഥ സ്വത്വത്തെ മറച്ചുകളയും. നമ്മൾ ആ ലേബലുകളാണ് ഞാനെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. അവിടെയാണ് നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടുന്നത്. ശബരിയെ സമൂഹം താഴ്ന്ന ജാതിക്കാരിയെന്ന് മുദ്രകുത്തിയപ്പോൾ അവളത് സ്വീകരിച്ചില്ല. അവൾ സ്വയം കണ്ടത് ശ്രീരാമന്റെ ഭക്തയായിരുന്നു. നിങ്ങളുടെ മൂല്യം നിർണയിക്കുന്നത് മറ്റൊരാളുടെ വാക്കുകളോ പ്രവൃത്തികളോ അല്ല, അത് നിങ്ങൾ സ്വയം നൽകുന്നതാണ്. നിങ്ങൾക്ക് കുറവുകളുണ്ടായിരിക്കാം, എല്ലാവർക്കും കുറവുകളുണ്ട്. പക്ഷെ ആ കുറവുകളല്ല നിങ്ങൾ. നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക, നിങ്ങളുടെ നന്മയെ തിരിച്ചറിയുക. നിങ്ങൾ ഈ ലോകത്ത് യൂണീക്കാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളെപ്പോലെ മറ്റൊരാളില്ല. ആ തിരിച്ചറിവിൽ നിന്ന് വരുന്ന ആത്മവിശ്വാസമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്.
ഒടുവിൽ ആ ദിവസം എത്തിച്ചേർന്നു. ശ്രീരാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ച് ആ കാട്ടിലെത്തി. മദംഗ മഹർഷിയുടെ ആശ്രമം കണ്ടപ്പോൾ അവർ അങ്ങോട്ട് ചെന്നു. അവിടെ തനിക്കായി കാത്തിരിക്കുന്ന ശബരിയെ ശ്രീരാമൻ കണ്ടു. ക്ഷീണിച്ച് പ്രായം തളർത്തിയ ആ സ്ത്രീയെ കണ്ടപ്പോൾ രാമന്റെ കണ്ണുകൾ നിറഞ്ഞു. ശബരി താൻ ശേഖരിച്ചുവെച്ച പഴങ്ങൾ രാമനു നൽകി. താൻ എച്ചിളാക്കിയ പഴങ്ങളാണതെന്ന് അവൾ പറയാൻ മറന്നുപോയിരുന്നു. ലക്ഷ്മണൻ അത് തടയാൻ ശ്രമിച്ചപ്പോൾ രാമൻ പറഞ്ഞു, ലക്ഷ്മണ, ഇത്രയും സ്നേഹത്തോടെ നൽകുന്ന ഒന്നിനെയും നിരസിക്കരുത്. രാമൻ ആ പഴങ്ങൾ ഓരോന്നായി സന്തോഷത്തോടെ കഴിച്ചു. ലോകത്തിന്റെ നാഥനായ ഭഗവാൻ ഒരു സാധാരണ സ്ത്രീയുടെ എച്ചിൽ പഴങ്ങൾ കഴിക്കുന്നു. ഇവിടെ ജാതിയോ സമ്പത്തോ സൗന്ദര്യമോ ഒന്നുമൊരു മാനദണ്ഡമായില്ല. മാനദണ്ഡമായത് നിഷ്കളങ്കമായ സ്നേഹം മാത്രം. ശബരിയുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പ്, അവളുടെ അടിയുറച്ച വിശ്വാസം, അവളിൽ തന്നെ അർപ്പിച്ച ആത്മവിശ്വാസം, അതിനെയാണ് ശ്രീരാമൻ നമിച്ചത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ നമ്മുടെ മൂല്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ പ്രപഞ്ചം തന്നെ നമുക്ക് മുന്നിൽ അവസരങ്ങളുടെ വാതിലുകൾ തുറന്നുതരും. അതിനു പക്ഷേ സമയമെടുത്തേക്കാം. ശബരിയെപ്പോലെ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. പക്ഷേ നിങ്ങളുടെ പരിശ്രമം ആത്മാർത്ഥമാണെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം ദൃഢമാണെങ്കിൽ ഫലം നിങ്ങളെ തേടിവരും. അതുവരെ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ നിങ്ങളുടെ സ്വന്തം മൂല്യത്തിൽ വിശ്വസിച്ചു മുന്നോട്ടു പോകുക. അതാണ് ശബരി നമുക്ക് പഠിപ്പിച്ചു തരുന്ന സെൽഫ് ലവിന്റെ പാഠം. അപ്പോൾ നമ്മുടെ വഴി കണ്ടെത്തുക, നമ്മുടെ മൂല്യത്തിൽ വിശ്വസിക്കുക, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഈ യാത്രയിലെ ഏറ്റവും വലിയൊരു തടസ്സം പലപ്പോഴും പുറത്തുനിന്നല്ല വരുന്നത്. അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്, നമ്മുടെ ഭൂതകാലത്തിൽ നിന്ന്. നമ്മൾ ചെയ്ത തെറ്റുകൾ, നമുക്ക് പറ്റിയ പരാജയങ്ങൾ, നമ്മൾ കാരണം വേദനിച്ചവർ, ഈ ഓർമ്മകൾ ഒരു ഭാരം പോലെ നമ്മൾ എപ്പോഴും ചുമന്നു നടക്കും. ഒരു പരീക്ഷയിൽ തോറ്റത്, ഒരു ബന്ധം തകർന്നത്, ദേഷ്യത്തിൽ പറഞ്ഞുപോയ ഒരു വാക്ക്, ആ നിമിഷത്തിൽ നമ്മൾ ഫ്രീസായി പോകും. ആ തെറ്റു മാത്രമാണ് ഞാൻ എന്ന് നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങും. മറ്റുള്ളവർ ഒരുപക്ഷെ അതെല്ലാം മറന്നു കാണും. പക്ഷേ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിച്ചിട്ടുണ്ടാവില്ല. ആ കുറ്റബോധം ഒരു കല്ലുപോലെ നമ്മുടെ ഹൃദയത്തിൽ കിടക്കും. ആ കല്ലിൻ്റെ ഭാരം നമ്മളെ മുന്നോട്ടു പോകാൻ അനുവദിക്കില്ല. പുതിയതൊന്നും തുടങ്ങാൻ, സ്വയം സ്നേഹിക്കാൻ, സന്തോഷിക്കാൻ നമുക്ക് കഴിയില്ല. ഈ അവസ്ഥയെക്കുറിച്ച് രാമായണത്തിൽ വളരെ മനോഹരമായൊരു കഥയുണ്ട്. അഹല്യയുടെ കഥ. സൃഷ്ടാവായ ബ്രഹ്മാവ് സൃഷ്ടിച്ച ഏറ്റവും സുന്ദരിയായ സ്ത്രീയായിരുന്നു അഹല്യ, ഗൗതമ മഹർഷിയുടെ ഭാര്യ. അവർ സന്തോഷത്തോടെ ആശ്രമത്തിൽ ജീവിക്കുകയായിരുന്നു. എന്നാൽ ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ അഹല്യയുടെ സൗന്ദര്യത്തിൽ മോഹിതനായി. ഒരു ദിവസം ഗൗതമ മഹർഷി ആശ്രമത്തിലില്ലാത്ത സമയം നോക്കി ഇന്ദ്രൻ മഹർഷിയുടെ രൂപത്തിൽ വന്ന് അഹല്യയെ വഞ്ചിച്ചു. സത്യം മനസ്സിലാക്കിയ ഗൗതമ മഹർഷി കോപം കൊണ്ട് ജ്വലിച്ചു. അദ്ദേഹം ഇന്ദ്രനെയും ശപിച്ചു, അഹല്യയെയും ശപിച്ചു. നീ ഒരു കല്ലായി മാറട്ടെ, ആർക്കും കാണാൻ കഴിയാതെ വായു മാത്രം ഭക്ഷിച്ച് ആയിരക്കണക്കിനു വർഷങ്ങൾ നീ ഈ ആശ്രമത്തിൽ പശ്ചാത്താപത്തോടെ കഴിയുക. ഒന്ന് ആലോചിച്ചു നോക്കൂ അഹല്യയുടെ അവസ്ഥ. ഒരു നിമിഷത്തെ തെറ്റിന്, ഒരു ചതിയിൽപ്പെട്ടുപോയതിന് അവൾ ഒരു കല്ലായി മാറി. ജീവനുണ്ട്, പക്ഷെ ചലിക്കാൻ കഴിയില്ല. ബോധമുണ്ട്, പക്ഷേ സംസാരിക്കാൻ കഴിയില്ല. അവളുടെ ലോകം ആ ആശ്രമത്തിലേക്ക്, ആ കല്ലിലേക്ക് ഒതുങ്ങി. ഓരോ നിമിഷവും അവൾ ആ തെറ്റിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നു. കുറ്റബോധം അവളെ ഒരു ശിലയാക്കി മാറ്റി. നമ്മളും പലപ്പോഴും അഹല്യയെപ്പോലെ കല്ലുകളായി മാറാറില്ലേ? ഒരു മിസ്റ്റേക്ക് പറ്റുമ്പോൾ ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണ് എന്ന് സ്വയം വിധിച്ച് നമ്മൾ നമ്മുടെ സന്തോഷങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ ഒരു കല്ലിനുള്ളിൽ അടച്ചുവെക്കാറില്ലേ? ആളുകളെ ഫേസ് ചെയ്യാൻ മടിച്ച് പുതിയ അവസരങ്ങളെ ഭയന്ന് ആ പഴയ തെറ്റിൻ്റെ ഓർമ്മയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല. കാരണം നമ്മൾ ഭൂതകാലത്തിലെ ആ ഒരു നിമിഷത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഗൗതമ മഹർഷി ശാപമോക്ഷവും നൽകിയിരുന്നു. എപ്പോഴാണോ ശ്രീരാമന്റെ പാദസ്പർശം ഈ കല്ലിലേൽക്കുന്നത്, അന്ന് നിനക്ക് നിന്റെ പൂർവ്വരൂപം തിരിച്ചുകിട്ടും. അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയി. വിശ്വാമിത്ര മഹർഷിയോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്ന ശ്രീരാമനും ലക്ഷ്മണനും ആ വിജനമായ ആശ്രമത്തിലെത്തി. അവിടെ മനുഷ്യവാസമില്ലാത്ത ആ കല്ലു കണ്ടപ്പോൾ വിശ്വാമിത്രൻ അഹല്യയുടെ കഥ പറഞ്ഞു. കഥ കേട്ട ശ്രീരാമൻ ആ കല്ലിനടുത്തേക്ക് ചെന്നു. അദ്ദേഹം സ്നേഹത്തോടെ, കരുണയോടെ ആ കല്ലിൽ തന്റെ പാദം കൊണ്ട് സ്പർശിച്ചു. ആ നിമിഷം ഒരത്ഭുതം സംഭവിച്ചു. ആ കല്ലിന് ജീവൻ വെച്ചു. ആയിരക്കണക്കിന് വർഷത്തെ കുറ്റബോധത്തിന്റെ ഭാരം നീങ്ങി അഹല്യ അതീവ സുന്ദരിയായ സ്ത്രീയായി മാറി. അവളുടെ കണ്ണുകളിൽ നന്ദിയും ആനന്ദവും നിറഞ്ഞിരുന്നു.
ശ്രീരാമന്റെ ആ ഒരു സ്പർശം അത് കരുണയുടെ, ക്ഷമയുടെ സ്പർശമായിരുന്നു. നിങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് മുന്നോട്ടു പോകാം എന്ന സന്ദേശമായിരുന്നു അത്. ഇവിടെയാണ് സെൽഫ് ലവിൻ്റെ മൂന്നാമത്തെ പാഠം, ഫൊർഗിവിങ് യുവർ സെൽഫ്, സ്വയം ക്ഷമിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ രക്ഷിക്കാൻ ഒരു ശ്രീരാമൻ പുറത്തുനിന്ന് വരണമെന്നില്ല. ആ രാമൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മുടെ തെറ്റുകളെ സ്നേഹത്തോടെയും കരുണയോടെയും സ്പർശിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. സ്വയം ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തതിനെ ന്യായീകരിക്കുക എന്നല്ല അർത്ഥം. യെസ്, ഐ മേഡ് എ മിസ്റ്റേക്ക്, ഐ ആം ഹ്യൂമൻ എന്ന് അംഗീകരിക്കുക. ആ തെറ്റിൽ നിന്ന് എന്ത് പഠിക്കാൻ കഴിഞ്ഞുവെന്ന് ചിന്തിക്കുക. എന്നിട്ട് ആ ഭാരം താഴെ വെച്ച് മുന്നോട്ട് നടക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കാതെ ലോകം മുഴുവൻ നിങ്ങളോട് ക്ഷമിച്ചാലും ഒരു പ്രയോജനവുമില്ല. നിങ്ങളുടെ ഹൃദയത്തിലെ ആ കല്ല് അവിടെ തന്നെ കിടക്കും. എപ്പോഴാണോ നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളോട് തന്നെ ക്ഷമിക്കുന്നത്, അപ്പോഴാണ് ആ കല്ല് അലിഞ്ഞു പോകുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് പുതിയൊരു തുടക്കം കുറിക്കാൻ സാധിക്കുന്നത്, അഹല്യയ്ക്ക് പുതിയൊരു ജീവിതം കിട്ടിയതുപോലെ. നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ വർത്തമാനകാലത്തെയും ഭാവിയെയും നശിപ്പിക്കാൻ അനുവദിക്കരുത്. തെറ്റുകൾ സംഭവിക്കും, അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ആ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സ്വയം ക്ഷമിച്ച് കൂടുതൽ കരുത്തോടെ, കൂടുതൽ വിവേകത്തോടെ മുന്നോട്ടു പോകുക. അതാണ് യഥാർത്ഥ ധീരത. അതാണ് സ്വയം സ്നേഹിക്കാനുള്ള വഴി. അപ്പോ നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിച്ചു, ഭൂതകാലത്തിന്റെ ഭാരം ഇറക്കിവെച്ചു, നമ്മുടെ ഹൃദയത്തിലെ കല്ല് അലിഞ്ഞുപോയിരിക്കുന്നു. ഇപ്പോ നമുക്ക് മുന്നോട്ടു പോകാം, അല്ലേ? പക്ഷെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെ കാത്തിരിക്കുന്ന മറ്റൊരു വലിയ ചതിക്കുഴിയുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കെണി. അതിന്റെ പേരാണ് കമ്പാരിസൺ, താരതമ്യം. നമ്മുടെ സ്വധർമ്മം കണ്ടെത്തി, നമ്മുടെ മൂല്യത്തിൽ വിശ്വസിച്ച്, ഭൂതകാലത്തോട് ക്ഷമിച്ച് നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ നമ്മുടെ അറിയാതെ ചുറ്റും നോക്കാൻ തുടങ്ങും. ഓ, അവൻ എന്നേക്കാൾ വേഗത്തിലോടുന്നല്ലോ, അവളുടെ ജീവിതം എത്ര പെർഫെക്റ്റാണ്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? ഈ താരതമ്യം എന്ന ചിന്ത നമ്മുടെ സന്തോഷത്തെ കാർന്നു തിന്നുന്ന ഒരു പുഴുവാണ്. കമ്പാരിസൺ ഈസ് ദ തീഫ് ഓഫ് ജോയ് എന്നൊരു പറച്ചിൽ തന്നെയുണ്ട്. അതെത്ര സത്യമാണ്! നമ്മുടെ കയ്യിലുള്ള അനുഗ്രഹങ്ങളെ കാണാതെ മറ്റുള്ളവർക്കുള്ളതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടാൻ തുടങ്ങും. നമ്മുടെ യാത്രയെ ആസ്വദിക്കാതെ മറ്റൊരാളുടെ ഡെസ്റ്റിനേഷനിൽ എപ്പോഴെത്തണമെന്ന് നമ്മൾ ചിന്തിക്കും. ഇത് സെൽഫ് ലവിന് നേരെ വിപരീതമാണ്. കാരണം താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ പറയുന്നത് യു ആർ നോട്ട് ഇനഫ് എന്നാണ്. നീ പോരാ എന്ന സന്ദേശമാണ് നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിന് നൽകുന്നത്. ഈ താരതമ്യം എന്ന വികാരം എത്രത്തോളം വിനാശകാരിയാണെന്ന് കാണിച്ചു തരാൻ മഹാഭാരതത്തിലൊരു കഥാപാത്രത്തോളം മികച്ചൊരു ഉദാഹരണമില്ല, ദുര്യോധനൻ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ദുര്യോധനൻ ആരായിരുന്നു? ഹസ്തിനപുരിയിലെ കിരീടാവകാശിയായ രാജകുമാരൻ. അധികാരമുണ്ട്, സമ്പത്തുണ്ട്, 100 സഹോദരന്മാരുണ്ട്, കർണനെപ്പോലെ ഒരു സുഹൃത്തുണ്ട്. ലോകത്തിലെ ഏതൊരാളും ആഗ്രഹിക്കുന്നതെല്ലാം ദുര്യോധനനുണ്ടായിരുന്നു. എന്നിട്ടും ദുര്യോധനൻ സന്തോഷവാനായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. അവന്റെ ജീവിതം മുഴുവൻ അസൂയയും വെറുപ്പും നിറഞ്ഞതായിരുന്നു. എന്തുകൊണ്ട്? കാരണം അവന്റെ ശ്രദ്ധ എപ്പോഴും പാണ്ഡവരിലായിരുന്നു. അവന്റെ ജീവിതം അവൻ ജീവിച്ചില്ല. അവൻ പാണ്ഡവരുടെ ജീവിതവുമായി തന്റെ ജീവിതത്തെ താരതമ്യം ചെയ്തുകൊണ്ടേയിരുന്നു. ഈ അസൂയയുടെ തീ ആളിപ്പടർന്ന ഒരു സംഭവമുണ്ട്. പാണ്ഡവർക്ക് ഖാണ്ഡവപ്രസ്ഥം എന്ന തരിശുഭൂമി ലഭിച്ചപ്പോൾ അവർ മയൻ എന്ന അസുരശില്പിയുടെ സഹായത്തോടെ അവിടെ ഇന്ദ്രപ്രസ്ഥം എന്നൊരു മായാ കൊട്ടാരം പണിതു. അതിന്റെ ഉദ്ഘാടനമായ രാജസൂയയജ്ഞത്തിന് ദുര്യോധനനെയും ക്ഷണിച്ചു. ദുര്യോധനൻ ആ കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ അന്തം വിട്ടുപോയി. സ്ഫടികം പോലെ തിളങ്ങുന്ന തറ, പക്ഷെ നോക്കുമ്പോൾ വെള്ളം. വെള്ളമെന്ന് കരുതി കാലെടുത്തു വെക്കുന്നിടത്ത് മിനുസമുള്ള തറ. ദുര്യോധനൻ ആശയക്കുഴപ്പത്തിലായി. ഒരു സ്ഥലത്ത് വെള്ളമില്ലാത്ത സ്ഫടികത്തറ വെള്ളമാണെന്ന് കരുതി അവൻ തന്റെ വസ്ത്രം പൊക്കിപ്പിടിച്ച് നടന്നു. മറ്റൊരിടത്ത് തറയാണെന്ന് കരുതി നടന്നപ്പോൾ ഒരു കുളത്തിലേക്ക് വീണു. ഇതെല്ലാം കണ്ട് പാണ്ഡവരും ദ്രൗപദിയും അവിടെയുണ്ടായിരുന്ന മറ്റുള്ളവരും ചിരിക്കാൻ തുടങ്ങി. ചില കഥകളിൽ ഒരു അന്ധന്റെ മകനും അന്ധൻ തന്നെ എന്ന് ദ്രൗപദി പരിഹസിച്ചതായും പറയുന്നുണ്ട്. ആ ചിരി, ആ അപമാനം ദുര്യോധനന്റെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടാക്കി. അത് വെറുമൊരു മുറിവായിരുന്നില്ല, ഒരിക്കലും ഉണങ്ങാത്ത അസൂയയുടെയും പ്രതികാരത്തിന്റെയും വിഷം നിറഞ്ഞ ഒരു മുറിവായിരുന്നു അത്. അവിടെ വെച്ച് ദുര്യോധനൻ ഒരു തീരുമാനമെടുത്തു. ഈ സന്തോഷം, ഈ ഐശ്വര്യം, ഇത് പാണ്ഡവർക്കുണ്ടാകാൻ പാടില്ല. ഇതെനിക്കു വേണം, അല്ലെങ്കിൽ ഇത് നശിപ്പിക്കണം. അതുവരെ ചെറിയ തോതിലുണ്ടായിരുന്ന അസൂയ ആ നിമിഷം മുതൽ അവന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന വികാരമായി മാറി. അവന്റെ സന്തോഷം പാണ്ഡവരുടെ ദുഃഖത്തെ ആശ്രയിച്ചായി മാറി. അവന്റെ സ്വന്തം രാജ്യത്തെക്കുറിച്ച്, സ്വന്തം പ്രജകളെക്കുറിച്ച്, സ്വന്തം ജീവിതത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചില്ല.
അവന്റെ ഒരേ ഒരു ലക്ഷ്യം പാണ്ഡവരെ എങ്ങനെ നശിപ്പിക്കാമെന്നതായിരുന്നു. ആ ഒരൊറ്റ വികാരം, ആ താരതമ്യത്തിൽ നിന്നുണ്ടായ അസൂയ അവസാനം ഒരു മഹായുദ്ധത്തിനും ഒരു കുരം മുഴുവൻ മുടിയുന്നതിനും കാരണമായി. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. ഇന്നത്തെ നമ്മുടെ ഇന്ദ്രപ്രസ്ഥം നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡുകളാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം. അവിടെ നമ്മൾ കാണുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങളാണ്. അവരുടെ വിദേശയാത്രകൾ, പുതിയ കാർ, പ്രൊമോഷൻ, സന്തോഷകരമായ കുടുംബചിത്രങ്ങൾ. ആ പെർഫെക്റ്റ് ചിത്രങ്ങൾ കാണുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിലും ഒരു താരതമ്യം തുടങ്ങും. ഒരു നിമിഷത്തേക്ക് നമ്മുടെ ജീവിതം എത്ര ബോറിംഗ് ആണെന്ന് നമുക്ക് തോന്നും. ദുര്യോധനൻ ഇന്ദ്രപ്രസ്ഥത്തിൽ അനുഭവിച്ച അതേ ഗഫ്യൂം, അതേ അപകർഷതാബോധം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സെൽഫ് ലവിൻ്റെ 4ാമത്തെ പാഠം ഇതാണ്: സ്റ്റോപ്പ് കമ്പയറിംഗ് യുവർ ജേർണി വിത്ത് അതേഴ്സ്. നിങ്ങളുടെ യാത്ര മറ്റൊരാളുമായി താരതമ്യം ചെയ്യാതിരിക്കുക. ഓരോരുത്തർക്കും അവരവരുടെ വഴികളുണ്ട്, അവരവരുടെ സമയമുണ്ട്. പൂന്തോട്ടത്തിലെ എല്ലാ പൂക്കളും ഒരേ സമയത്തല്ല വിരിയുന്നത്. ചിലർ നേരത്തെ വിരിയും, ചിലർ വൈകി വിരിയും. പക്ഷെ വിരിഞ്ഞു കഴിയുമ്പോൾ എല്ലാ പൂക്കളും മനോഹരമാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ്. നിങ്ങളുടെ ചാപ്റ്റർ 1നെ മറ്റൊരാളുടെ ചാപ്റ്റർ 20യുമായി താരതമ്യം ചെയ്യരുത്. ദുര്യോധനന് തന്റെ ഹസ്തിനപുരിയെ സ്വർഗമാക്കാമായിരുന്നു. പക്ഷേ അവന്റെ കണ്ണെപ്പോഴും ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാൻ ശ്രമിക്കുന്നതിനു പകരം മറ്റുള്ളവരുടെ ജീവിതം കണ്ട് അസൂയപ്പെട്ടാൽ നമുക്ക് ദുര്യോധനന്റെ ഗതി വരും. സന്തോഷം നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും. അതുകൊണ്ട് അടുത്ത തവണ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ഒരു താരതമ്യം മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ദുര്യോധനനെ ഓർക്കുക. ആ കെണിയിൽ വീഴരുത്. ഫോൺ മാറ്റിവെച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. നിങ്ങളുടെ ജേർണിയെ സ്നേഹിക്കുക. കാരണം നിങ്ങളുടെ യാത്ര യുണീക്കാണ്. അത് നിങ്ങളുടേതു മാത്രമാണ്. താരതമ്യം എന്ന കെണിയിൽ നിന്ന് നമ്മൾ പുറത്തു കടന്നു. നമ്മുടെ യാത്രയെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷേ ഈ യാത്രയിൽ നമ്മുടെ ഊർജം ചോർത്തിക്കളയുന്ന, നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന മറ്റൊരു ശീലമുണ്ട്. അത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുക എന്നതാണ്. ദ ഡിസീസ് ടു പ്ലീസ്. അവരെന്തു വിചാരിക്കും എന്ന ചോദ്യം നമ്മുടെ എത്ര തീരുമാനങ്ങളെയാണ് സ്വാധീനിക്കുന്നത്? ഒരു നോ പറയാൻ മടിച്ച് നമുക്ക് ഇഷ്ടമില്ലാത്ത എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്? നമ്മുടെ സമയം, നമ്മുടെ ഊർജം, നമ്മുടെ സമാധാനം എല്ലാം മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി നമ്മൾ ബലി കഴിക്കും. നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ അവഗണിക്കും. അവസാനം ഉള്ളിൽ നീരസവും ദേഷ്യവും നിറഞ്ഞ് നമ്മൾ സ്വയം വെറുക്കാൻ തുടങ്ങും. കാരണം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള ഓട്ടത്തിനിടയിൽ നമ്മൾ നമ്മളെ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത്. ഈ അവസ്ഥയുടെ ഏറ്റവും ഭീകരമായ ഒരു ചിത്രം നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ കഴിയും. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം. ചൂതുകളിയിൽ പാണ്ഡവർ ഓരോന്നായി തോൽക്കുകയാണ്. രാജ്യം, സമ്പത്ത്, സഹോദരന്മാർ. ഒടുവിൽ യുധിഷ്ഠിരൻ സ്വയം തന്നെയും പണയം വെച്ചു തോറ്റു. എന്നിട്ടും കളി നിർത്താൻ ശകുനി സമ്മതിച്ചില്ല. ദുര്യോധനന്റെ ക്രൂരമായ ചിരിക്കു മുന്നിൽ യുധിഷ്ഠിരൻ അടുത്ത പണയം വെച്ചു, അവരുടെ ഭാര്യയായ ദ്രൗപദിയെ. ആ കളിയിലും പാണ്ഡവർ തോറ്റു. സഭയാകെ നിശബ്ദമായി. ദുര്യോധനൻ തന്റെ സഹോദരനായ ദുശാസനങ്ങളോട് ആജ്ഞാപിച്ചു, പോയി ആ ദാസിയെ, ദ്രൗപദിയെ ഈ സഭയിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുവാ. ആർത്തവത്തിലായിരുന്ന ദ്രൗപദി ഒറ്റ വസ്ത്രമൊടുത്ത് അന്തഃപുരത്തിലിരിക്കുകയായിരുന്നു. ദുശാസനൻ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് ആ രാജസദസ്സിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടുവന്നു. അവൾ കരഞ്ഞു, അവൾ അപേക്ഷിച്ചു, അവൾ ചോദ്യങ്ങൾ ചോദിച്ചു. സ്വയം ദാസ്യത്തിലായ ഒരാൾക്ക് മറ്റൊരാളെ പണയം വയ്ക്കാൻ എന്ത് അധികാരമാണുള്ളത്? ധർമ്മത്തെക്കുറിച്ചുള്ള അവളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സഭയിലെ മഹാരഥന്മാരായ ഭീഷ്മരും ദ്രോണരും കൃപരും ധൃതരാഷ്ട്രരും തലകുനിഞ്ഞു നിന്നു. അവരുടെ 5 ഭർത്താക്കന്മാർ, വീരന്മാരായ പാണ്ഡവർ, കൊടുത്ത വാക്കിന് അടിമകളായി നിസ്സഹായരായിരുന്നു. ആരും അവരെ സഹായിച്ചില്ല. ആരും അവൾക്കു വേണ്ടി സംസാരിച്ചില്ല. അവിടെ അവളുടെ മാനം രക്ഷിക്കേണ്ടത് അവളുടെ മാത്രം ഉത്തരവാദിത്വമായി മാറി. ഈ രംഗം ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. ഇവിടെ ദ്രൗപദി നമ്മുടെ ഓരോരുത്തരുടെയും പ്രതീകമാണ്. നമ്മൾ നോ പറയാൻ മടിക്കുമ്പോൾ നമ്മുടെ അതിരുകൾ ഭേദിച്ച് മറ്റുള്ളവർ നമ്മുടെ സമാധാനത്തെയും സന്തോഷത്തെയും ഇങ്ങനെയാണ് വലിച്ചിഴയ്ക്കുന്നത്. നമ്മൾ സഹായിക്കുമെന്ന് കരുതുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവർ പോലും പലപ്പോഴും നിശബ്ദരായിരിക്കും. കാരണം ഒരുപക്ഷെ അവർ മറ്റാരെയോ പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുകയായിരിക്കും. അവിടെ ആ നിറഞ്ഞ സഭയിൽ വെച്ച് ദുശാസനൻ അവളുടെ വസ്ത്രം പിടിച്ചു വലിക്കാൻ തുടങ്ങി. ആ നിമിഷം വരെ ദ്രൗപദി തന്റെ സാരിയിൽ മുറുകെ പിടിക്കുന്നുണ്ടായിരുന്നു. തന്റെ ശക്തി കൊണ്ട്, തന്റെ കഴിവും യുക്തിയും കൊണ്ട് അവൾ സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവൾ ഭർത്താക്കന്മാരോട് യാചിച്ചു, ഭീഷ്മരോട് യാചിച്ചു. പക്ഷെ ഒരു ഫലവുമുണ്ടായില്ല. അവസാനം ദ്രൗപദി ഒരു സത്യം മനസ്സിലാക്കി. എന്നെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ല. എന്റെ ഭർത്താക്കന്മാർക്കോ
ഈ സഭയിലെ മഹാന്മാർക്കോ കഴിയില്ല. എന്റെ സംരക്ഷണം എന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ആ തിരിച്ചറിവിന്റെ നിമിഷത്തിൽ അവൾ തന്റെ സാരിയിൽ പിടിച്ചിരുന്ന കൈകൾ അയച്ചു. അവൾ 2 കൈകളും മുകളിലേക്കുയർത്തി കണ്ണുകളടച്ച് പൂർണ്ണമായി സ്വയം സമർപ്പിച്ചു വിളിച്ചു, ഹേ ഗോവിന്ദ, ഹേ ദ്വാരകാവാസിൻ, ഹേ കൃഷ്ണ, രക്ഷിക്കണേ. അവൾ എപ്പോഴാണോ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിർത്തിയത്, എപ്പോഴാണോ തന്റെ രക്ഷ തന്റെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിഞ്ഞൊരതിർ വരച്ചത്, ആ നിമിഷം അത്ഭുതം സംഭവിച്ചു. ദുശാസനൻ വലിക്കുന്തോറും സാരിയുടെ നീളം കൂടിക്കൊണ്ടേയിരുന്നു. അവൻ വലിച്ചു വലിച്ച് തളർന്നു വീണു. പക്ഷേ ദ്രൗപദിയുടെ മാനം കാക്കപ്പെട്ടു. ഇവിടെയാണ് സെൽഫ് ലവിന്റെ 5ാമത്തെ പാഠം. ലേൺ ടു സെറ്റ് ഹെൽത്തി ബൗണ്ടറീസ്. ആരോഗ്യകരമായ അതിരുകൾ സ്ഥാപിക്കാൻ പഠിക്കുക. നോ എന്ന് പറയുന്നത് ഒരു സ്വാർത്ഥതയല്ല, അത് സ്വയം സംരക്ഷിക്കലാണ്. നിങ്ങളുടെ ഊർജ്ജത്തെ, നിങ്ങളുടെ സമയത്തെ, നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ സംരക്ഷിക്കലാണ്. നിങ്ങളുടെ കംഫേർട്ട് സോൺ വിട്ട് നിങ്ങൾക്കൊട്ടും താൽപ്പര്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ ദ്രൗപദിയെ ഓർക്കുക. നിങ്ങളുടെ സമാധാനത്തെ വലിച്ചിഴയ്ക്കാൻ ആരെയും അനുവദിക്കരുത്. ഒരു സുഹൃത്ത് എപ്പോഴും നിങ്ങളെ വൈകാരികമായി ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അതിർ വരയ്ക്കുക. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവിനപ്പുറം ജോലി അടിച്ചേൽപ്പിക്കുന്നുണ്ടെങ്കിൽ നോ എന്ന് പറയാൻ പഠിക്കുക. നിങ്ങളുടെ സ്നേഹത്തെ മുതലെടുത്ത് ആരെങ്കിലും നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിന് ഒരു ലക്ഷ്മണരേഖ വരയ്ക്കുക. ഇത് എളുപ്പമല്ല. നിങ്ങൾ നോ പറയുമ്പോൾ ചിലർക്ക് നിങ്ങളോട് ദേഷ്യം തോന്നാം. നിങ്ങളെ സ്വാർത്ഥിയെന്ന് വിളിക്കാം. സാരമില്ല. ദ്രൗപദിക്ക് വേണ്ടി സംസാരിക്കാൻ സഭയിൽ ആരുമുണ്ടായിരുന്നില്ല. അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്കും ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ സമാധാനത്തേക്കാൾ വലുതല്ല മറ്റൊരാളുടെ താൽക്കാലികമായ സന്തോഷം. നിങ്ങളുടെ ആത്മാഭിമാനമാണ് നിങ്ങളുടെ വസ്ത്രം. അത് വലിച്ചു കീറാൻ ആരെയും അനുവദിക്കരുത്. നിങ്ങളുടെ അതിരുകളെ നിങ്ങൾ ബഹുമാനിക്കുമ്പോൾ മറ്റുള്ളവരും അതിനെ ബഹുമാനിക്കാൻ പഠിക്കും. അതാണ് യഥാർത്ഥ സെൽഫ് റെസ്പെക്റ്റ്. അതാണ് യഥാർത്ഥ സെൽഫ് ലവ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരുപാട് ദൂരം യാത്ര ചെയ്തു. കുരുക്ഷേത്രത്തിലെ യുദ്ധഭൂമിയിൽ രസ്തീര്യനായി നിന്ന അർജുനനിലൂടെ നമ്മൾ നമ്മുടെ സ്വധർമ്മം കണ്ടെത്തേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി. ശ്രീരാമനു വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്ന ശബരിയിലൂടെ സമൂഹം എന്തു പറഞ്ഞാലും നമ്മുടെ മൂല്യത്തിൽ വിശ്വസിക്കാൻ നമ്മൾ പഠിച്ചു. ശാപത്താൽ കല്ലായി മാറിയ അഹല്യയുടെ കഥയിലൂടെ ഭൂതകാലത്തോട് ക്ഷമിച്ചു മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യകത നമ്മൾ തിരിച്ചറിഞ്ഞു. ഇന്ദ്രപ്രസ്ഥത്തിലെ മായാകൊട്ടാരത്തിൽ വഴിതെറ്റിപ്പോയ ദുര്യോധനനിലൂടെ താരതമ്യമെന്ന വിനാശകാരിയായ കിണിയെ നമ്മൾ കണ്ടു. ഒടുവിൽ നിറഞ്ഞ സദസ്സിൽ അപമാനിക്കപ്പെട്ട ദ്രൗപദിയിലൂടെ നമ്മുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ആരോഗ്യപരമായ അതിരുകൾ സ്ഥാപിക്കേണ്ടത് എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ കഥകളെല്ലാം, ഈ ഇതിഹാസങ്ങളെല്ലാം നമ്മളോട് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്: നിങ്ങളുടെ ഏറ്റവും വലിയ യുദ്ധം പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവും നിങ്ങൾ തന്നെയാണ്. മറ്റൊരാളുടെ സ്നേഹത്തിനോ അംഗീകാരത്തിനോ വേണ്ടി കാത്തുനിൽക്കുന്നതിൽ അർത്ഥമില്ല. കാരണം നിങ്ങൾ തേടുന്ന സ്നേഹം, നിങ്ങൾ തേടുന്ന അംഗീകാരം, നിങ്ങൾ തേടുന്ന ശക്തി, അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടപ്പുണ്ട്. സെൽഫ് ലവ് എന്നതൊരു ഡെസ്റ്റിനേഷനല്ല, അതൊരു യാത്രയാണ്. ഓരോ ദിവസവും നമ്മൾ ബോധപൂർവം തിരഞ്ഞെടുക്കേണ്ട ഒരു വഴിയാണ്. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കി വെറുപ്പോടെയല്ല, സ്നേഹത്തോടെ പുഞ്ചിരിക്കുന്നതാണ്. അത് നിങ്ങളുടെ ശരീരത്തെ അതെങ്ങനെ ഇരുന്നാലും ബഹുമാനിക്കുന്നതാണ്. അതിനാവശ്യമായ ഭക്ഷണവും വിശ്രമവും വ്യായാമവും നൽകുന്നതാണ്. അത് നിങ്ങളുടെ മനസ്സിന്റെ ആരോഗ്യം ശ്രദ്ധിക്കുന്നതാണ്. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അതിൽ മുങ്ങിപ്പോകാതെ അതിനെ തിരിച്ചറിഞ്ഞ് വഴി തിരിച്ചുവിടുന്നതാണ്. അത് നിങ്ങളുടെ വിജയങ്ങൾ, അതെത്ര ചെറുതാണെങ്കിലും ആഘോഷിക്കുന്നതാണ്. നിങ്ങളുടെ പരാജയങ്ങളിൽ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്താതെ അതിൽ നിന്ന് പഠിക്കുന്നതാണ്. അത് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ബോറടിക്കാത്ത അവസ്ഥയാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കു വേണ്ടി, നിങ്ങളുടെ സന്തോഷങ്ങൾക്കു വേണ്ടി സമയം കണ്ടെത്തുന്നതാണ്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനു വേണ്ടി യുദ്ധം ചെയ്തില്ല. കൃഷ്ണൻ അർജുനന് കൂടുതൽ ശക്തിയുള്ള ആയുധങ്ങൾ നൽകിയില്ല. കൃഷ്ണൻ ചെയ്തതൊന്നേയുള്ളൂ: അർജുനന്റെ സംശയങ്ങളെയും ഭയങ്ങളെയും ഇല്ലാതാക്കി അവന്റെ ഉള്ളിലെ ശക്തിയെ അവന് തന്നെ കാണിച്ചുകൊടുത്തു. അർജുനന്റെ ഉള്ളിലെ കൃഷ്ണനെ ഉണർത്തി ആത്മജ്ഞാനത്തിന്റെ വെളിച്ചം നൽകി. അതുപോലെ നമ്മുടെ ഉള്ളിലും ഒരു അർജുനനുണ്ട്. സംശയങ്ങളും ഭയങ്ങളും കുറ്റബോധവും താരതമ്യങ്ങളും നിറഞ്ഞവൻ. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കൃഷ്ണനുമുണ്ട്. സ്നേഹവും കരുണയും ജ്ഞാനവും നിറഞ്ഞ നമ്മുടെ ആത്മാവ്, നമ്മുടെ ഹയർ സെൽഫ്. സെൽഫ് ലവ് എന്നത് നമ്മുടെ ഉള്ളിലെ ഈ കൃഷ്ണന്റെ ശബ്ദം കേൾക്കലാണ്. ആ ശബ്ദത്തെ വിശ്വസിക്കലാണ്. ആ വഴികാട്ടിയുടെ കൈപിടിച്ച് മുന്നോട്ട് നടക്കലാണ്. അതുകൊണ്ട് നമുക്കീ യാത്രയുടെ പാഠങ്ങൾ ഒന്നുകൂടി ഓർക്കാം. 1.
നിങ്ങളുടെ സ്വധർമ്മം കണ്ടെത്തുക. നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ കോളിംഗ് എന്താണെന്ന് തിരിച്ചറിയുക. മറ്റുള്ളവരുടെ വഴികളെ പിന്തുടരാതെ നിങ്ങളുടെ സ്വന്തം പാത സൃഷ്ടിക്കുക. 2. നിങ്ങളുടെ മൂല്യത്തിൽ വിശ്വസിക്കുക. സമൂഹം എന്ത് ലേബൽ തന്നാലും നിങ്ങളുടെ മൂല്യം നിങ്ങൾ സ്വയം നിശ്ചയിക്കുക. ശബരിയെപ്പോലെ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. 3. നിങ്ങളോട് തന്നെ ക്ഷമിക്കുക. ഭൂതകാലത്തിലെ തെറ്റുകളുടെ ഭാരം ചുമന്ന് നടക്കരുത്. അഹല്യയെപ്പോലെ കരുണയുടെ ഒരു സ്പർശം കൊണ്ട് സ്വയം മോചിപ്പിക്കുക. 4. താരതമ്യം നിർത്തുക. നിങ്ങളുടെ യാത്ര നിങ്ങളുടേത് മാത്രമാണ്. ദുര്യോധനനെപ്പോലെ മറ്റുള്ളവരുടെ ഐശ്വര്യം കണ്ട് അസൂയപ്പെടാതെ നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ എണ്ണുക. 5. അതിരുകൾ സ്ഥാപിക്കുക. നിങ്ങളുടെ സമാധാനവും ആത്മാഭിമാനവും പണയം വെച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത്. ദ്രൗപദിയെപ്പോലെ നിങ്ങളുടെ മാനം കാക്കാൻ പഠിക്കുക. ഇന്ന് ഈ നിമിഷം ഒരു തീരുമാനമെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ തേരാളി നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ സന്തോഷത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. മറ്റൊരാൾ വന്ന് നിങ്ങളെ രക്ഷിക്കാനോ നിങ്ങളെ പൂർണ്ണനാക്കാനോ കാത്തുനിൽക്കരുത്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. ഒരു ദീർഘശ്വാസമെടുക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ കൈവച്ച് നിങ്ങളോട് തന്നെ സ്നേഹത്തോടെ പറയുക, ഞാൻ വിലപ്പെട്ടവനാണ്, വിലപ്പെട്ടവളാണ്, ഞാൻ സ്നേഹമർഹിക്കുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഈ ജേണിയിൽ ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ വെളിച്ചമെങ്കിലും നൽകിയെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ സെൽഫ് ലവ് ജേണിയിൽ നിങ്ങൾ ഇന്നെടുക്കാൻ പോകുന്ന ആദ്യത്തെ ചുവടെന്താണ്? താഴെ കമന്റ് ചെയ്യുക. ഈ മെസ്സേജ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം സ്വയം സ്നേഹിക്കാൻ പഠിക്കുന്ന ഒരു ലോകം കൂടുതൽ മനോഹരമായ ഒരിടമായിരിക്കും. ഇതുപോലുള്ള പ്രചോദനാത്മകമായ വീഡിയോകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങളെ നിങ്ങളായിരിക്കാൻ അനുവദിക്കുക. നിങ്ങളെ സ്നേഹിക്കുക. നമസ്കാരം.